അലക്സ പ്ലേ പിരൈ തേടും. ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ പണിക്ക് വേണ്ടി കയറി. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു വർക്ക് ടൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു 12 to 9 ആണ്. അപ്പോൾ ഇന്നലെ കുറച്ച് പണി അധികം ഉണ്ടായതുകൊണ്ട് ഉറങ്ങാൻ നല്ല ലേറ്റായി. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ആകെ ഒരു എന്താ പറയുക, പണി ചെയ്യാൻ ഒട്ടും മൂടില്ല. പക്ഷേ കൊച്ചിനെ രാവിലെ സ്കൂളിൽ വിടണമല്ലോ. അപ്പോൾ എങ്ങനെയൊക്കെയോ മടി പിടിച്ച് രാവിലത്തെ പണിയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ചെങ്കിലും ആ ഒരു ഉറക്കക്ഷീണം ഒന്ന് മാറി ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടി ഞാൻ അലക്സയിൽ പാട്ടൊക്കെ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുവാണ്. ഈ ഇടയ്ക്ക് ഇങ്ങനെ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്തിരുന്നപ്പോഴാട്ടോ ഒരു പാട്ട് കേട്ടത്. ആ പാട്ടാണെങ്കിൽ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡും വൈഫും കൂടെ ഒരു കൺസേർട്ടിന് പാടുന്നതാണ്. അപ്പോൾ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ഭയങ്കര ഇൻസ്റ്റയിൽ ഇങ്ങനെ കുറേ റീൽസ് ഞാൻ കണ്ടായിരുന്നു. അങ്ങനെ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് പിന്നെ ഒരു പാട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാനതിനെ കണ്ടിന്യൂസ് കേട്ട് എനിക്കത് മടുക്കുന്ന വരെ ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആ പാട്ട് തന്നെ റിപ്പീറ്റായിട്ട് പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ആ പാട്ടാണ് കേൾക്കുന്നത്. ഞാൻ ഈ ഇടയ്ക്കൊരു സിനിമ ഉണ്ടായിരുന്നു കേട്ടോ, കൽബ് എന്ന് പറഞ്ഞിട്ട്, ആമസോൺ പ്രൈമിലുണ്ട്. എനിക്കിഷ്ടമായി. എൻ്റെ അവസാനമൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമമൊക്കെ വന്നു. അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റയിൽ നോക്കിയപ്പം കുറേ പേര് ഇതുപോലെ കരഞ്ഞിട്ടൊക്കെ കുറേ റീൽസ് കണ്ടു. എനിക്കും സങ്കടമൊക്കെ വന്നായിരുന്നു കേട്ടോ അവസാനം ക്ലൈമാക്സ് ഒക്കെ ആയപ്പോഴത്തേക്കിനും. അതിൻ്റെ കമൻസിൽ റീൽസിൻ്റെ ഒക്കെ കുറേ കമൻസ് ഉണ്ട് കേട്ടോ. തിയേറ്ററിൽ പോയി സിനിമ കാണാൻ പറ്റിയില്ല, മിസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നെഗറ്റീവ് റിവ്യൂസ് കാരണം സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടായിരുന്നു. ഞാൻ ഓർക്കുമായിരുന്നു, സിനിമയുടെ കാര്യം വെച്ചിട്ട് മാത്രമല്ല, നമ്മളിപ്പം ഏതൊരു കേസാണെന്നുണ്ടെങ്കിലും എന്തോരം അല്ലേ നെഗറ്റീവ് റിവ്യൂസും അല്ലെങ്കിൽ നെഗറ്റീവ് ടോക്ക് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നത്. ഏതൊരു കാര്യത്തിനായാലും രണ്ട് അഭിപ്രായം ഉണ്ടാവും അല്ലേ. കുറേ പേർക്ക് ഇഷ്ടമായിരിക്കും, കുറേ പേർക്ക് ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെ ഇപ്പോൾ ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ കുറേ പേര് പോസിറ്റീവ് പറയുന്നേക്കാം, കുറേ പേര് അതിന് നേരെ നെഗറ്റീവ് പറയുന്നേക്കാം. അതുപോലെ തന്നെയല്ലേ ലൈഫിൻ്റെ കേസിൽ നമ്മൾ ഭയങ്കര പെർഫെക്റ്റായിട്ട് എല്ലാത്തിലും സൂപ്പറാണെന്നൊക്കെ വിചാരിച്ചാലും ആൾക്കാർ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് കണ്ടുപിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊന്നും നോക്കാതെ മൈൻഡാക്കാതെ പോവുക. പിന്നെ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റ വന്നതോടെ നമ്മൾ കുറേ നല്ല കാര്യമുണ്ട്, പക്ഷേ കുറേ നമുക്കൊരു ഗിൽറ്റി നെഗറ്റീവ് ഫീലിംഗ് പോലെ തോന്നാറുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, എൻ്റെ റിച്ചുവിന് ഞാൻ സാധാ ഒരു ദോശ, ചപ്പാത്തി, പിന്നെ എന്തെങ്കിലും കറി അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ചില റീൽസിൽ ഇങ്ങനെ കുറേ കറികളൊക്കെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കിനും എനിക്കൊരു നെഗറ്റീവ് ഫീൽ വരും. അയ്യോ, ഞാനൊരു ബാഡ് മമ്മാണല്ലോ, എനിക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ, സമയം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ. പക്ഷെ റിച്ചുവിന് അത്രയും കൊടുത്തു കഴിഞ്ഞാൽ അവൻ തിന്നത്തൊന്നുമില്ല. പക്ഷെ ചുമ്മാ വെറുതെ ആ ഒരു റീല് കാണുമ്പോഴത്തേക്കിനും ഒരു നെഗറ്റീവ് ചിന്ത, അയ്യോ എനിക്ക് അത്രയും കറി ഉണ്ടാക്കി കൊടുത്തില്ലല്ലോ കൊച്ചിന് എന്ന് വെറുതെ ഒരു ചിന്ത. അതുപോലെ ഞാൻ ഓർക്കുമായിരുന്നു, എനിക്കാണെങ്കിൽ ഈ മഞ്ഞിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം മണാലി പോകാൻ, പിന്നെ കാനഡ, അങ്ങനെ കുറേ സ്ഥലമുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും മഞ്ഞത്ത് നിന്ന് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഫോട്ടോ ഇടുമ്പോഴത്തേക്കിനും അപ്പം ഞാൻ ഓർക്കും, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അറ്റ്ലീസ്റ്റ് കുറച്ച് നാളെങ്കിലും ഒന്ന് അങ്ങനത്തെ സ്ഥലത്തൊന്ന് പോകണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇടയ്ക്കാണ് ഞങ്ങൾ ഇവിടെ സ്നോ വേൾഡ് ഇല്ലേ തൃശ്ശൂരുള്ള, അവിടെ പോയി കുറച്ച് നേരം നിന്നപ്പോഴേ റിച്ചുവിന് മതിയായി, ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് വഴക്കായിരുന്നു, പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. കുറച്ച് നേരം കളിച്ചു, പക്ഷേ അവന് ഭയങ്കര പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്കും ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എൻ്റെ കൈയൊക്കെ തണുത്തിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ, പക്ഷേ നമ്മളെന്തായാലും പൈസ കൊടുത്ത് കയറിയതല്ലേ, ഞാൻ അവസാനം വരെയും പിടിച്ചു നിന്നു, എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, വേണ്ട, എനിക്ക് മഞ്ഞുള്ള സ്ഥലത്തെങ്ങും പോകണ്ട, നമ്മുടെ നാട് അത് മതി എന്നുള്ളൊരു ഫീലായിരുന്നു. പക്ഷേ എന്നാലും കേട്ടോ, ഇപ്പോഴും ആ ഒരു ഫോട്ടോസൊക്കെ കാണുമ്പോഴത്തേക്ക് വെറുതെ പിന്നെ ഒരാഗ്രഹം പോകണം എന്ന്. എന്നാൽ നമ്മൾ ഇവിടെ അടുത്ത് കുറച്ച് മഞ്ഞ് നിന്നിട്ട് തന്നെ പറ്റാതെ ഇറങ്ങിപ്പോയ അവസ്ഥയൊന്നും പെട്ടെന്ന് ഓർക്കുന്നില്ല. ഫോട്ടോ കാണുമ്പോൾ പെട്ടെന്ന് ഓർക്കും പോകണം. അതുപോലെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ വേറെ എന്തെങ്കിലും കുറേ ഭയങ്കര നല്ല അടിപൊളി വീഡിയോസൊക്കെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു സെക്കൻഡ് കൊണ്ട് ഓർക്കും, പക്ഷേ നമുക്ക് അങ്ങനെ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ലല്ലോ, അങ്ങനെ ഒരു ഫീലിംഗ്. എന്നാൽ നമ്മൾ ലൈഫിൽ ഇത്രയെങ്കിലും നല്ല രീതിയിൽ പോകുന്നുണ്ട്, സ്മൂത്തായിട്ട് പോകുന്നുണ്ടെന്നുള്ള പോസിറ്റീവ് ചിന്തേനേക്കായി അപ്പുറം കുറച്ച് നെഗറ്റീവ് ചിന്തയായിരിക്കും. പിന്നെ ഓർക്കുമായിരുന്നു, ഈ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും, സമയം പോകുന്നേ അറിയത്തില്ല. അപ്പോൾ ഹസ്ബൻഡും കൊച്ചുമൊക്കെ പോയി കഴിഞ്ഞിട്ട് ചുമ്മാ കുറച്ച് നേരം ഫോൺ നോക്കാം. അപ്പോൾ അത്രയും നേരം പണിയൊക്കെ ചെയ്ത് അവർ പോയി കഴിഞ്ഞ് എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇരുന്നൊന്ന് റെസ്റ്റ് എടുത്ത് 2 മിനിറ്റ് ഫോൺ നോക്കാമെന്നും പറഞ്ഞൊന്ന് ഇൻസ്റ്റ എടുക്കുന്നതായിരിക്കും. പിന്നെ സ്ക്രോൾ ചെയ്തിട്ട് പിന്നെ സമയം നോക്കുമ്പോഴത്തേക്കും കുറേ ടൈം പോയിട്ടുണ്ടാവും. ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, ശരിക്കും ഒരു കാലത്തിന് മുമ്പേ പഠിച്ചൊക്കെ കഴിഞ്ഞത് നന്നായി. ഇപ്പോഴെങ്ങാണോ ആയിരുന്നു, ഇൻസ്റ്റ ഉള്ള കാലത്താണ് പഠിച്ചുകൊണ്ടിരുന്നതെന്നുണ്ടായിരുന്നെങ്കിൽ പഠിത്തമൊന്നും നടക്കത്തില്ലായിരിക്കും. എങ്ങനെ പഠിക്കുക, എന്ത് കഷ്ടപ്പാടാണല്ലേ ഇപ്പോൾ പഠിക്കാനായിട്ട്. അപ്പം ഞാനിങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്നൊക്കെ ഓർക്കും. അപ്പം കുറച്ച് നേരം ഫോൺ നോക്കിയിട്ട് ഇതിനെപ്പറ്റി എന്തെങ്കിലും വായിക്കാം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമ്മൾ ഫോണൊക്കെ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഈ വായനയൊന്നും നടക്കത്തില്ല. ഇങ്ങനെ ഡിസ്ട്രാക്റ്റായി പൊയ്ക്കൊണ്ടേയിരിക്കാം. അപ്പം ഞാൻ ഓർക്കും, ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിലും എങ്ങനെ ഈ ഒരു ഇത്രയും ടെക്നോളജി വേൾഡിൽ പഠിക്കാൻ പറ്റുക.
ഇങ്ങനെ ഡിസ്ട്രാക്ഷൻസ് വന്നുകൊണ്ടിരിക്കുമല്ലോ വാട്സാപ്പിൽ, ഇൻസ്റ്റയിൽ, അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ്, എന്തെല്ലാം ഡിസ്ട്രാക്ഷൻസ് അല്ലേ. ശരിക്കും ആ ഒരു ഡിസ്ട്രാക്ഷൻസിൽ നിന്നൊക്കെ മാറിയിട്ട് പഠിക്കുന്നവരെയൊക്കെ ശരിക്കും സമ്മതിക്കണം. പിന്നെ ഞാൻ ഈ ഇടയ്ക്കാട്ടോ ഒരു വീഡിയോ കണ്ടത് ബ്രെയിൻ റോട്ടിനെ പറ്റിയിട്ട്. നമ്മൾ ഈ അൺവാണ്ടഡ് വീഡിയോസ് ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ സമയം കളഞ്ഞിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഇൻസ്റ്റയൊക്കെ സ്ക്രോൾ ചെയ്ത് കുറേ വേണ്ടാത്ത കണ്ടൻസൊക്കെ ഇങ്ങനെ നമ്മൾ കൺസ്യൂം ചെയ്തുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അവസാനം ബ്രെയിൻ റോട്ടായി പോകുന്നു. നിങ്ങൾ അതിനെപ്പറ്റി അറിയത്തില്ലെങ്കിൽ ചുമ്മാ ബ്രെയിൻ റോട്ടൊന്ന് അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഓർത്തു ഇനിയിപ്പം കുറേ ഇൻസ്റ്റ സ്ക്രോളിംഗ് ഒക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. വെറുതെ എന്തിനാ ബ്രെയിൻ റോട്ടായി പോകുന്നതല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.